നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓ മഹാദേവീ നമഃ. ജനക മഹാരാജാവിൻ്റെ ഉപദേശങ്ങൾ കേട്ട ഇപ്പോൾ ശുകൻ എല്ലാ സംശയനിവൃത്തിയും വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ സന്തോഷവാനായ അദ്ദേഹം തൻ്റെ അച്ഛൻ വ്യാസമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങി അദ്ദേഹത്തോടൊത്ത്. അതിനുശേഷം പിതൃക്കളുടെ പുത്രിയായ പീവരി എന്ന സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ച് പുത്രന്മാരെയും ജനിപ്പിച്ചു. ആ പുത്രന്മാർ ഓരോ നിലയിൽ എത്തി വളരെ സുഖത്തോടെ കഴിയുമ്പോൾ അച്ഛനെ പോലെ തന്നെ ശുകനും ധ്യാനത്തിൽ മുഴുകിക്കഴിയാൻ ഇച്ഛിച്ചു. നാരദൻ്റെ ഉപദേശം നിമിത്തം യോഗമാർഗത്തിലൂടെ പരമമായ ജ്ഞാനം നേടി. അങ്ങനെ അച്ഛൻ്റെ സാമീപ്യം വെടിഞ്ഞ് അദ്ദേഹം കൈലാസ ശിഖരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഒന്നിനോടും ബന്ധമില്ലാതെ വളരെ മഹത്തായ ധ്യാനത്തിൽ മുഴുകി കഴിഞ്ഞു. അങ്ങനെ ഉത്കൃഷ്ടമായ സിദ്ധി നേടി പർവ്വത ശൃംഗത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ തപശക്തി കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അദ്ദേഹം ആകാശത്തിലെത്തി സൂര്യനെ പോലെ തിളങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുതിപ്പിൻ്റെ വേഗത കൊണ്ട് ഗിരിശൃംഗം രണ്ടായി പിളർന്നുപോയി. ശുകൻ ആകാശത്തിലേക്കുയർന്നു. ദേവർഷികൾ അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. ശ്ലോകം 50, 19-ാം അധ്യായത്തിലെ. തേജസാദിവിരാജൻ വൈ ദ്വിതീയ ഇവ ഭാസ്കരഃ വ്യാസസ്തു വിരഹക്രാന്ത ക്രന്ദൻ പുത്രേതി ച സകൃത്. രണ്ടാമതൊരു സൂര്യനെ പോലെ ആകാശത്തിൽ അദ്ദേഹം അത്യന്തം ശോഭിച്ചു. വ്യാസനാകട്ടെ വിരഹദുഃഖത്താൽ മകനെ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് കരഞ്ഞു. ശ്ലോകം 51. ഗിരേ ശൃംഗേ ഗതസ്തത്ര ശുഗോ യത്ര സ്ഥിതോ ഭവേത് ക്രന്ദമാനം തദാ ദീനം വ്യാസം മത്വാ ശ്രമാകുലം. ശുകൻ ധ്യാനനിഷ്ഠനായി കഴിഞ്ഞിരുന്ന ഗിരിശൃംഗത്തിലേക്ക് ചെന്നു. വാവിട്ട് കരഞ്ഞുകൊണ്ട് ക്ഷീണിച്ചു തളർന്ന വ്യാസനെ കണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്ലോകം 52. സർവഭൂതഗത സാക്ഷി പ്രതിശബ്ദമതാത്തതാ തത്രാദ്യാപി ഗിരേ ശൃംഗേ പ്രതിശബ്ദസ്ഫുടോ ഭവേദം. വാവിട്ട് കരഞ്ഞ് ക്ഷീണിച്ച് തളർന്ന വ്യാസനെ കണ്ട് സർവഭൂതങ്ങളുടെയും അന്തർയാമിയും സാക്ഷിയുമായി തീർന്ന ശുകൻ അപ്പോൾ സകല ജീവജാലങ്ങളിലും ഇരുന്നുകൊണ്ട് വിളി കേട്ടു. ആ ഗിരിശൃംഗത്തിൽ ഇന്നും ആ മാറ്റൊലി വ്യക്തമായി കേൾക്കാം. ശ്ലോകം 53. രുദന്തം തം സമാലക്ഷ്യ വ്യാസം ശോകസമന്വിതം പുത്രേതി ഭാഷന്തം വിരഹേണ പരിപ്ലുതം. ശോകാർത്തനായി വിലപിക്കുകയും മകനെ മകനെ എന്ന് കൂടെ കൂടെ വിളിക്കുകയും വിരഹത്താൽ ചഞ്ചലനാവുകയും ചെയ്ത ആ വ്യാസനെ കണ്ടിട്ട് പരമശിവനവിടെ എഴുന്നള്ളിയെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 54. ശിവസ്തത്ര സമാഗത്യ പാരാശര്യമബോധയത് വ്യാസ ശോകം മാ കുരുത്വം പുത്രസ്തേ യോഗവിത്തമ. പരമശിവൻ അവിടെ എഴുന്നള്ളി പരാശരപുത്രനെ ഉത്ബോധിപ്പിച്ചു. വ്യാസ, അങ്ങ് ദുഃഖിക്കരുത്, യോഗി ശ്രേഷ്ഠനാണ് അങ്ങയുടെ മകൻ.
ശ്ലോകം 55. പരമാം ഗതിമാപന്നോ ദുർലഭാം ചാകൃതാത്മഭി തസ്യ ശോകോ ന കർത്തവ്യ സ്വയാ ശോകം വിജാനത. ആത്മജ്ഞാനമില്ലാത്തവർക്ക് ലഭിക്കാൻ പ്രയാസമുള്ള പരമമായ സ്ഥാനം, അതായത് പരമാത്മഭാവം അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ശോകത്തെക്കുറിച്ച് ബോധവാനായ അങ്ങ് അവനെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.